ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരെ ഇനി പിടിച്ചാൽ കിട്ടില്ല. വട്ടപൂജ്യത്തിൽ നിന്നും ഇവർ ഇനി കുതിച്ചുയരുവാൻ പോകുന്നു. 2025 സെപ്റ്റംബർ 13, അതായത് 1201 ചിങ്ങം 28, ചൊവ്വ അഥവാ കുജൻ കന്നി രാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഒക്ടോബർ 27 തുലാം 10 വരെ ചൊവ്വ തുലാം രാശിയിൽ സഞ്ചരിക്കും. ചിത്തിര നക്ഷത്രത്തിലാണ് ഇപ്പോൾ ചൊവ്വ. സെപ്റ്റംബർ 24 ചോതി നക്ഷത്രത്തിൽ പ്രവേശിക്കും. ഒക്ടോബർ 13 വിശാഖത്തിലേക്ക് സംക്രമിക്കുന്നതാണ്. ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി മുഴുവൻ 4 പാദങ്ങൾ, വിശാഖം 1, 2, 3 എന്നീ നക്ഷത്ര പാദങ്ങളിലാണ് തുലാം രാശി ഉള്ളത് എന്നത് ഓർമ്മിക്കേണ്ടതാണ്. ചൊവ്വയും തുലാം രാശിയുടെ അധിപനായ ശുക്രനും സമന്മാരാണ്. ഗുണം ദോഷം എന്നിവ സമമായ അവസ്ഥയാണെന്ന് പറയാം. ക്രൂരഗ്രഹം അഥവാ പാപഗ്രഹമായി ചൊവ്വയെ വിശേഷിക്കപ്പെടുന്നു. ഗ്രഹങ്ങളിൽ ആദിത്യൻ, ചന്ദ്രൻ, വ്യാഴം എന്നിവ ചൊവ്വയുടെ മിത്രങ്ങളാണ്. ശുക്രനും ശനിയും തുല്യന്മാർ. ബുധൻ ശത്രുവാണ്. മേടം, വൃശ്ചികം എന്നിവ ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളാണ്. മകരം ഉച്ചരാശിയും കർക്കിടകം നീചരാശിയുമാകുന്നു. പവിഴം ചൊവ്വയുടെ രത്നമാണ്. തുവരയാണ് ധാന്യം. ചുവപ്പ് നിറമുള്ള വസ്ത്രം ചൊവ്വയുമായി ബന്ധപ്പെട്ടതാണ്. രക്തത്രികോണാകൃതിയാണ് ചൊവ്വയുടെ ഇരിപ്പിടത്തിനുള്ളത്. ആടാണ് വാഹനം. ശക്തി അഥവാ വേലാണ് ആയുധം. യുദ്ധത്തിൻ്റെ കാരകൻ ചൊവ്വയാണ്. അതിനാൽ ഗ്രഹങ്ങളുടെ സേനാ നായകൻ എന്ന പദവി ചൊവ്വ വഹിക്കുന്നു. വ്യാപാര രാശിയാണ് തുലാം രാശി. ഏതാണ്ട് 1.5 മാസം ചൊവ്വ തുലാം രാശിയിൽ സഞ്ചരിക്കുന്നു. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ചൊവ്വയുടെ തുലാം രാശി സഞ്ചാരത്തെ അവലംബിച്ചുള്ള ഫലം നോക്കാം. ആദ്യം മേടം രാശിക്കാരാണ്. അശ്വതി, ഭരണി, കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച ആളുകളുടെ അനുകൂല ഭാവമായിരുന്ന 6-ാം ഇടത്തിൽ നിന്നും പ്രതികൂലമായ 7-ാം ഇടത്തിലേക്ക് കുജൻ മാറുന്നു. 7-ാം ഇടം കൊണ്ട് വാഹനയാത്ര സൂചിതമാകിയാൽ ഈ കാര്യത്തിൽ വളരെയധികം കരുതൽ വേണം. യാത്രാക്ലേശത്തിന് സാധ്യതയുണ്ട്. പ്രണയഭാവങ്ങൾ 7-ാം ഇടത്തിലെ കുജസ്ഥിതിയാൽ ശിഥിലമാകുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങളുടെ ഉള്ളിലെ അഹംഭാവം കരുത്ത് നേടുകയാൽ മൃണഭാവങ്ങൾ തളരുകയും അഹം അമിത ബലം ആർജിക്കുകയും ചെയ്യുന്നതാണ്. പൊരുത്തപ്പെടുവാനുള്ള മനസ്സെല്ലാം നഷ്ടപ്പെടും. എല്ലാം പൊരുതി നേടണമെന്ന തോന്നൽ ശക്തി പ്രാപിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തെയും അസംതൃപ്തി ബാധിക്കപ്പെടാം. കൂട്ടുകച്ചവടത്തിൽ പാർട്ട്ണർമാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുവാൻ ഇടയുണ്ട്. ഈ കാലഘട്ടം ദൂരയാത്രകൾക്കും അവസരം ഒരുങ്ങുന്നതാണ്. 7-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ കർമ്മഭാവത്തെ നോക്കുകയാൽ തൊഴിലിടത്തിൽ സമ്മർദ്ദങ്ങൾ ഉയരുന്നതാണ്. മൗനം പാലിക്കുകയും പ്രതികരണശേഷി നിർവീര്യമാക്കുകയും ചെയ്താൽ കലഹങ്ങൾ കഴിവതും നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം കരുതൽ കൈക്കൊള്ളുന്നതും ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക 1, 2, 3 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദങ്ങൾ. ചൊവ്വ 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ അനുകൂലമായ ഫലങ്ങൾ വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ ഇഷ്ടകാര്യങ്ങളെല്ലാം തടസ്സമില്ലാതെ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതിരോധിക്കുവാൻ കഴിയുന്ന കാലമാണ്. ഉദ്യോഗാർത്ഥികളായ ആളുകൾക്ക് നിങ്ങൾ അന്വേഷിച്ചലഞ്ഞ ജോലി അവസരങ്ങൾ സംജാതമാകും. കുടുംബ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്ന കാലമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമുണ്ടാകും. ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതാണ്. മത്സരങ്ങളിൽ വിജയം കരഗതമാകും. ചൊവ്വയ്ക്ക് ഭൂമികാരകത്വമുണ്ട്. അതിനാൽ വസ്തു വാങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്.
വീട് പണി തുടങ്ങുവാൻ പറ്റും. സിവിൽ വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ അംഗീകാരം കൈവരുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം സമാധാനമുണ്ടാകും. യാത്രകൾ വളരെയധികം ഗുണം ചെയ്യും. രാഷ്ട്രീയമായ നിലപാടുകളിൽ നേട്ടങ്ങൾ ഭവിക്കുന്നതാണ്. സ്വർണ്ണ ലാഭം, നിക്ഷേപങ്ങളിൽ നിന്നും ആദായം, അപ്രതീക്ഷിത ഭാഗ്യം, ലോട്ടറി എന്നിവയിലൂടെ അപ്രതീക്ഷിത വരുമാന മാർഗവും ധനനേട്ടവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര പുണർതം 1, 2, 3 പാദങ്ങൾ. 4-ാം ഭാവത്തിൽ നിന്നും 5-ാം ഭാവത്തിലേക്ക് ചൊവ്വ മാറുന്നു. ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ വ്യത്യാസമൊന്നും പറയുവാനില്ല. പിടിവാശി നിങ്ങളുടെ വർദ്ധിക്കും. മുതിർന്നവരായാലും കുട്ടികളുടെ കൂട്ട് ചെറു കാര്യങ്ങൾക്ക് പോലും ശാഠ്യം കാട്ടുന്നതാണ്. പലപ്പോഴും നിങ്ങളുടെ മനസ്സ് വിഷമിക്കുവാൻ ഇടയുണ്ട്. ആശയക്കുഴപ്പങ്ങൾ തുടരുന്നതാണ്. ഭൗതികമായ സമീപനം വേണ്ടിയിടത്ത് വൈകാരികമായി പ്രതികരിക്കും. മക്കളുടെ കാര്യത്തിൽ എല്ലാ രീതിയിലും കരുതൽ വേണം. അവരറിയാതെ അവരെ നിരീക്ഷിക്കുന്ന കാര്യത്തിൽ തെറ്റില്ല. മുത്തച്ഛൻ, വല്യമ്മാവൻ തുടങ്ങിയവർക്ക് ആരോഗ്യ ക്ലേശങ്ങൾ ഭവിക്കാം. ഉപാസനകൾക്ക് തടസ്സമുണ്ടാകുവാൻ ഇടയുള്ള കാലമാണ്. നിങ്ങൾ മുന്നേ കൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റിവെക്കുവാൻ ഇടയുണ്ട്. ബിസിനസ്സുകാരെ മൗഢ്യം ബാധിക്കും. തൊഴിലിൽ വളർച്ച കുറയുന്ന കാലമാണ്. നിങ്ങളുടെ മേലധികാരികളുമായി രമ്യതയുണ്ടാകില്ല. കഠിനമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെടാം. പ്രണയത്തിൽ ഇളക്കം തോന്നുന്നതാണ്. ശൈത്യം നിങ്ങളുടെ ദാമ്പത്യത്തെ ബാധിക്കുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ചൊവ്വ 11-ാം ഇടത്തിൽ നിന്ന് നോക്കുന്നതിനാൽ ധനവരവ് വളരെയധികം കുറയുവാൻ ഇടയുള്ള കാലമാണ്. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. പുണർതം 4-ാം പാദം, പൂയം, ആയില്യം. അനുകൂലമായ 3-ാം ഇടത്തിൽ നിന്നും ചൊവ്വ വൈകാരിക ഭാവങ്ങളെ കുറിക്കുന്ന 4-ാം ഇടത്തിലേക്ക് മാറുന്ന കാലമാണ്. മനസ്സിൽ നിങ്ങൾക്ക് അനാവശ്യമായ പിരിമുറുക്കങ്ങൾ ഉണ്ടാകും. ക്ഷോഭം നിയന്ത്രിക്കുവാൻ യാതൊരു രീതിയിലും കഴിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ വീട് നിർമ്മാണത്തിന് വിഘ്നം വരുവാൻ ഇടയുണ്ട്. നിശ്ചയിച്ച പല കാര്യങ്ങളും തുടങ്ങുവാനും കഴിഞ്ഞേക്കില്ല. പലതരം തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസത്തിനുള്ള സാഹചര്യം ഉദയം ചെയ്യാം. വാഗ്വാദം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും സംയമനം പാലിക്കുവാനും ശ്രമിക്കുന്നത് ഗുണകരമാകും. നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ജാഗ്രത വേണ്ടതുണ്ട്. വസ്തു തർക്കങ്ങൾ വ്യവഹാരമായി മാറാതിരിക്കുവാൻ കരുതൽ പുലർത്തേണ്ടതാണ്. പുതിയ വാഹനം വാങ്ങുന്നതിന് ഇപ്പോൾ കാലം അനുയോജ്യമല്ല. വിപണന തന്ത്രങ്ങൾ ശരിക്കും ഫലവത്താകുവാനും ഇടയില്ല. തൊഴിൽ തേടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. അശ്രദ്ധ കൊണ്ട് പണം നഷ്ടമാകാം. ചെലവിൽ എല്ലാ രീതിയിലും മിതത്വം വേണം. ജന്മദേശത്തേക്കുള്ള യാത്ര പിന്നീടത്തേക്കായി മാറ്റിവെക്കേണ്ടി വരും. അനുഷ്ഠാനങ്ങളിലും നിങ്ങളുടെ ശ്രദ്ധ വളരെയധികം കുറയുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. മകം, പൂരം, ഉത്രം 1-ാം പാദം. ചൊവ്വ 2-ൽ നിന്നും 3-ാം ഇടത്തേക്ക് മാറുകയാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. മുൻപ് ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ നേട്ടമുണ്ടാകുന്നതാണ്. അധികാര സ്ഥാനത്തിലേക്കുള്ള മത്സരങ്ങളിൽ വിജയിക്കുവാൻ കഴിയും. ഉദ്യോഗസ്ഥർക്ക് നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. സാമൂഹ്യ വിഷയങ്ങളിലെ അഭിപ്രായങ്ങൾ പരക്കെ സ്വാഗതം ചെയ്യപ്പെടുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന മികവുണ്ടാകും. കടബാധ്യതകൾ കഴിവതും പരിഹരിക്കുവാനുള്ള ശ്രമം വിജയം കാണുന്നതാണ്. നിങ്ങളുടെ പ്രണയകാര്യത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ എതിർപ്പുകളും അവസാനിക്കും. ദാമ്പത്യത്തിൽ പ്രവേശിക്കുവാൻ സാധ്യതയുണ്ട്. ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കുന്ന കാലമാണ്. വ്യവഹാരങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കുവാൻ കഴിയും. ബിസിനസ് ആവശ്യത്തിനുള്ള വായ്പാ സഹായം വന്നെത്തും. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ സുഗമത സിദ്ധിക്കുന്നതാണ്.
നിങ്ങളുടെ മനസ്സിനെ ഇതുവരെ അലട്ടിയിരുന്ന പല കാര്യങ്ങൾക്കും പോംവഴി തെളിഞ്ഞു കിട്ടും. ധനപരമായി എല്ലാ രീതിയിലും സുസ്ഥിതി കൈവരിക്കുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. ഉത്രം 2, 3, 4 പാദങ്ങൾ. അത്തം ചിത്തിര 1, 2 പാദങ്ങൾ. നിങ്ങളുടെ ജന്മരാശിയിൽ നിന്നും 2-ാം ഇടത്തിലേക്ക് ചൊവ്വ മാറുന്നത് കുറച്ചൊക്കെ സമാശ്വാസം നൽകുന്നതാണ്. ആരോഗ്യകാര്യത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന ഉത്കണ്ഠകളെല്ലാം മാറിക്കിട്ടും. അകാരണമായ ഭയത്തിൽ നിന്നും മോചനം കിട്ടുന്നതാണ്. ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, വ്യക്തമായ തീരുമാനങ്ങൾ ഇവ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. പരാശ്രയത്വം നിങ്ങൾക്ക് കുറയ്ക്കുവാൻ കഴിയും. എന്നാൽ വാക്കുകളിൽ വളരെയധികം ശ്രദ്ധയുണ്ടാകണം. പാരുഷ്യം നിറഞ്ഞ വാക്കുകൾ കഴിവതും കുറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ കുത്തുവാക്കുകൾ പറയുവാനും പ്രവണത വർദ്ധിക്കും. പരദൂഷണങ്ങൾക്ക് ചെവി കൊടുക്കരുത്. ധനവരവ് തടസ്സമാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് കുറയുവാനുള്ള കാലമാണ്. വാഗ്ദാനങ്ങളിൽ നിന്നും കഴിവതും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. അകല യാത്രകൾ മാറ്റിവെക്കുന്നതാണ് അഭികാമ്യം. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് മേലധികാരിയുടെ പിന്തുണ ലഭിച്ചേക്കില്ല. കുടുംബജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ അധികരിക്കാം. പൊതുസംരംഭങ്ങളിൽ വിളംബം ഏർപ്പെടും. കുടുംബയോഗങ്ങളിൽ പ്രതീക്ഷിച്ച സ്വീകാര്യത നിങ്ങൾക്ക് കിട്ടുവാനും ഇടയുള്ള കാലമല്ല. അടുത്തത് തുലാം രാശിക്കാരാണ്. ചിത്തിര 3, 4 പാദങ്ങൾ. ചോതി വിശാഖം 1, 2, 3 പാദങ്ങൾ. 12-ാം ഭാവത്തിലെ ചൊവ്വ വരുത്തിയ കഷ്ടനഷ്ടങ്ങളുടെ തുടർച്ചയാകും ജന്മരാശിയിലെ ചൊവ്വയും സമ്മാനിക്കുക. വൈകാരിക പ്രതികരണങ്ങൾ ശത്രുക്കൾ പെരുകുവാൻ കാരണമാകും. ക്ഷോഭശീലം അമിതമാകുവാൻ ഇടയുണ്ട്. പ്രണയത്തിൻ്റെ കാര്യത്തിൽ തളർച്ച ഉണ്ടായേക്കാം. ദാമ്പത്യത്തിലും കലഹങ്ങൾ ആവർത്തിക്കുന്ന കാലമാണ്. കൂട്ടുകച്ചവടത്തിൽ വിരക്തി ഏർപ്പെടും. കടം വാങ്ങി കാര്യനിർവഹണത്തിന് മുതിരുന്ന പ്രവണത നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. മുൻപിൽ നോക്കാതെ ചാടി പുറപ്പെടുകയാൽ പരാജയത്തിൻ്റെ കയ്പ് രസം നുകരേണ്ടി വരും. തൊഴിൽ രംഗത്ത് മടുപ്പ് അനുഭവപ്പെട്ടേക്കും. പുതുസംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഇപ്പോൾ ഗ്രഹാനുകൂല്യമില്ലെന്ന കാര്യം കഴിവതും ഓർമ്മയിലുണ്ടാകണം. വഴി നടത്തം മൂലം ക്ലേശിക്കാം. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് വൈദ്യസഹായം വേണ്ടിവരും. എല്ലാ കാര്യങ്ങളിലും ജാഗ്രത പുലർത്തേണ്ടതാണ്. സഹിഷ്ണുത വളരെയധികം അനിവാര്യമായി വേണ്ടിവരുന്ന കാലമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം 4-ാം പാദം. അനിഴം തൃക്കേട്ട 11-ൽ ഇഷ്ടസ്ഥാനത്ത് നിന്നിരുന്ന ചൊവ്വ പ്രതികൂലമായ 12-ാം ഭാവത്തിലേക്ക് മാറുന്നു. 12-ാം ഇടം ദേശവിദേശങ്ങളെ സൂചിപ്പിക്കുകയാൽ യാത്രകൾക്കുള്ള അവസരം സംജാതമാകും. തൊഴിൽ നേട്ടത്തിന് ഒരുപാട് വിയർപ്പൊഴിക്കേണ്ടി വരുന്ന കാലമാണ്. നിദ്രാസുഖം, വിശ്രമം എന്നിവ കുറയും. ധനവരവിൽ തടസ്സങ്ങൾ ഉള്ളതായി അനുഭവപ്പെടുന്നതാണ്. എന്നാൽ ചെലവ് അധികരിക്കും. എത്ര മിതിവ്യയക്കാരനായാലും ധാരാളിയാകുവാൻ ഇടയുണ്ട്. ബന്ധുക്കളുടെ സഹകരണം കുറയുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങളോട് പൊരുത്തപ്പെടുവാൻ വിഷമിച്ചേക്കും. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഭിന്നത വർദ്ധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങൾ നേടുവാൻ ആവർത്തിത പരിശ്രമം ആവശ്യമായി വരുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുവാൻ കാത്തിരിപ്പ് ഇനിയും തുടരേണ്ടി വരും. ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ വന്നുചേരും. കടം വരുത്താതിരിക്കുവാൻ വളരെയധികം കരുതൽ പുലർത്തേണ്ടതാണ്. ആരോഗ്യപരമായും അനുകൂലമായ കാലമല്ല. നവസംരംഭങ്ങൾ തുടങ്ങുന്നത് എത്രയും കരുതലോടെ വേണ്ടതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദം. 10-ാം ഭാവത്തിൽ നിന്നും 11-ാം ഭാവത്തിലേക്ക് ചൊവ്വ മാറുന്നു. നവഗ്രഹങ്ങളും ഗുണപ്രദന്മാരായി മാറുന്ന ഒരു ഭാവം 11-ാം ഇടമാണ്. ലാഭസ്ഥാനം, സർവാഭീഷ്ടഭാവം എന്നെല്ലാം 11-ാം ഇടത്തെ സംബോധന ചെയ്യുന്നത് അതിനാലാകണം. ധനുരാശിക്കാർക്ക് ന്യായമായ ആഗ്രഹങ്ങൾ സഫലമാകുന്ന കാലമാണ്.
തടസ്സങ്ങളെല്ലാം താനെ അകന്നു കിട്ടും. ഉന്നത പദവികൾ ലഭിക്കാം, ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം വരും, വേതന വർധനവിനും അവസരം വന്നേക്കുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളുടെ പ്രവർത്തനത്തെ എല്ലാം കണ്ടറിയുവാനും നിഷ്പ്രഭമാക്കുവാനും കഴിയുന്നതാണ്. ആത്മവിശ്വാസം ഊന്നുവടി പോലെ ഏതു ദുർഘടങ്ങളിലും കൂട്ടിനുണ്ടാകും. ബിസിനസ്സിൽ നിന്നും ആദായം അധികരിക്കുന്നതാണ്. ഭൂമി ലാഭത്തിനുള്ള സാധ്യതയുണ്ട്. മത്സരങ്ങളിൽ നിങ്ങൾക്ക് വിജയമുറപ്പാണ്. വലിയ കരാറുകൾ നേടിയെടുക്കുവാൻ കഴിയും. പ്രണയിനികൾ ഭാവി സംബന്ധിച്ച കൃത്യമായ തീരുമാനം കൈക്കൊള്ളുവാനും കഴിയുന്നതാണ്. ദാമ്പത്യത്തിലും സൗഖ്യം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. ലോട്ടറി, ചിട്ടി, നറുക്കെടുപ്പ്, ഇൻഷുറൻസ് മുതലായവയിലൂടെ അപ്രതീക്ഷിത ധനാഗമം വന്നെത്തുന്ന കാലമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം അവിട്ടം 1, 2 പാദങ്ങൾ. 9-ാം ഇടത്തിൽ നിന്നും 10-ാം ഭാവത്തിലേക്ക് ചൊവ്വ സംക്രമിക്കുന്നു. തൊഴിലിടത്തിൽ തൃപ്തി കുറയുവാൻ ഇടയുണ്ട്. നിങ്ങൾ കരുതിയ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാൻ കഴിഞ്ഞേക്കില്ല. പുതിയ കാര്യങ്ങളുടെ നിർവഹണത്തിൽ വിഘ്നം ഭവിക്കുന്നതാണ്. ബിസിനസ് യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം കൈവന്നേക്കില്ല. സരളമായും സുഗമമായും അനുഭവപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം സങ്കീർണമായി അനുഭവപ്പെടും. വിദ്യാർത്ഥികളുടെ പഠന നിലവാരത്തിൽ അധ്യാപകർ ആശങ്ക രേഖപ്പെടുത്താം. ഗവേഷകർക്ക് ഇരുട്ടിൽ തപ്പുന്ന പ്രീതി ഉണ്ടാകുന്നതാണ്. തീർത്ഥാടനത്തിൽ നിന്നും പിന്മാറുവാൻ ഇടയുണ്ട്. നിങ്ങൾ എത്ര കിണഞ്ഞു ശ്രമിച്ചാലും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ വിഷമമുണ്ടാകും. ഭൂമി വാങ്ങുവാനോ വീട് നിർമ്മിക്കുവാനോ കാത്തിരിക്കേണ്ടി വരും. അനുരാഗികൾക്ക് ഈഗോ ഉണ്ടാകും. തന്മൂലം താൽക്കാലികമായെങ്കിലും ശൈഥില്യം ഏർപ്പെടുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം പോരുരുട്ടാതി 1, 2, 3 പാദങ്ങൾ. അഷ്ടമത്തിൽ നിന്നും ചൊവ്വ മാറുന്നത് വലിയ ആശ്വാസമാണ്. എങ്കിലും ചില ദോഷഫലങ്ങൾ ഭവിക്കാം. 9-ലെ ചൊവ്വ ഭാഗ്യഭ്രംശമുണ്ടാക്കും. നിങ്ങൾ സ്വയം പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം സഹപ്രവർത്തകന് ലഭിക്കുന്നതിനാൽ വളരെയധികം വിഷമം തോന്നുന്നതാണ്. നല്ല അവസരങ്ങൾ കപ്പിനും ചുണ്ടിനുമിടയിൽ ഊർന്നു പോയേക്കാം. കലാകാരന്മാർക്ക് നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകരിക്കുന്ന അംഗീകാരം ലഭിക്കില്ല. സാമ്പത്തികമായ തട്ടിപ്പുകളിൽ പെടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തറവാടിൻ്റെ ഭാഗം നടന്നേക്കും. എന്നാൽ അർഹതയുള്ളത് ലഭിക്കുവാൻ തർക്കിക്കേണ്ടി വരുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം കരുതൽ വേണം. ഉപാസനാദികൾ തടസ്സപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകർക്ക് അപവാദങ്ങളെ നേരിടേണ്ടി വരും. ബിസിനസ്സിൽ ഉണർവുണ്ടായേക്കുന്ന കാലമല്ല. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചേക്കില്ല. കരാർ പണികളിൽ വളരെയധികം സന്നിഗ്ധത ഉണ്ടാകും. സഹോദരാനുകൂല്യം കുറയുന്നതാണ്. പരിക്കും ഭാവത്താൽ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വിരോധികളാകുന്നതാണ്. വരുമാന മാർഗങ്ങൾ വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് മാന്ദ്യം നേരിടുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. പോരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ചൊവ്വ തുലാം രാശിയിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങൾ കൂടുതലായി വന്നു ചേരുക തുലാം രാശിക്കാർക്കും വൃശ്ചിക രാശിക്കാർക്കും പിന്നെ മീനം രാശിക്കാർക്കുമാണ്. മീനക്കൂറിൽ ജനിച്ചവർ ഇപ്പോൾ ഒരു വിധത്തിലുള്ള സാഹസങ്ങൾക്കും മുതിരരുത്. മൗനം ഭൂഷണം എന്നത് ആപ്തവാക്യം പോലെ മുറുകെ പിടിക്കേണ്ട കാലമാണ്. വാഹനം, അഗ്നി, യന്ത്രം, വൈദ്യുതി ഇവ ഉപയോഗിക്കുമ്പോൾ നല്ലവണ്ണം കരുതൽ വേണം. ആരോഗ്യ പരിരക്ഷയ്ക്ക് പ്രാമുഖ്യം നൽകേണ്ടതാണ്. ചെറുതോ വലുതോ ആയ കാര്യങ്ങളിൽ പോലും ആസൂത്രണവും ഏകോപനവും കുറ്റമറ്റതാവണം. എങ്കിൽ തന്നെയും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ പറ്റിയ കാലമല്ല. നവജാത ശിശുക്കൾക്ക് ബാലാരിഷ്ടതയേറും. നിയമവ്യവസ്ഥകൾ ഉറപ്പായും പാലിക്കേണ്ടതാണ്. കളവ് പോകുവാൻ ഇടയുള്ള കാലമായതിനാൽ പേഴ്സ്, ബാങ്കിംഗ് കാർഡുകൾ, മൊബൈൽ ഇത്യാദികൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. ജാതകം അനുസരിച്ച് അനുകൂലമായ സമയമാണെങ്കിൽ ചൊവ്വയുടെ ഗോചര ഫലത്തിൻ്റെ ദോഷങ്ങൾ ലഘൂകരിക്കപ്പെടുന്നതാണ്.
എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.